90s ഇന്ത്യയിലുള്ളൊരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു ബുക്കിലെ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇപ്പോൾ അടുത്ത്. അതിൽ എന്താണ് അഗ്ലി എന്താണെന്നും ബ്യൂട്ടിഫുൾ എന്താണെന്നും ഫെയർ അഗ്ലി എന്നുള്ളത് മറ്റേ പൃഥ്വിരാജിന്റെ പടമല്ലായിരുന്നോ ജനഗണ ആരൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അഗ്ലി എന്നുള്ളവർക്ക് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സ്ത്രീയാ സാരി ഇട്ടിട്ട്. പിന്നെ സ്ത്രീ ഒരു നിറമില്ലാത്തൊരു സ്ത്രീയാണ്. പക്ഷേ ഈ ബ്യൂട്ടിഫുൾ എന്നുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഫോറിൻ ചെറുപ്പം മുതലേ കുട്ടികളുടെ മൈൻഡിൽ ഇൻജെക്ട് ചെയ്യണത്. നമ്മളൊരു മലയാളി നടിന്റെ അവൾ ഇതേപോലെ UK പഠിത്തം നിർത്തിയിട്ട് വന്നതാണ്. ഇതുപോലെ സാനിയ അയ്യപ്പൻ. അവള് ഇതേപോലെ പറയുന്നത് അവൾക്ക് റേസിസം ആയിട്ട് അവള് അങ്ങനെ നിർത്തി പോകുന്നതാണ്, അവൾക്ക് താല്പര്യം നിർത്തി പോകുന്നതാണ്. അപ്പോൾ അവൾ പറയുന്നത് അവളുടെ അടുത്ത് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവൾക്ക് നിർത്തി പോകാനുള്ള സാഹചര്യം ഉണ്ടായി. അവൾക്ക് അതിന് ഓക്കെയാണ്, നിർത്തി പോന്നാലും അവളത് ബാധിക്കുന്നില്ല. പക്ഷേ അവൾ പറയുന്നത് ഒരുപാട് പേര് ഇതുപോലെ വിദേശത്തൊക്കെ പോയിട്ട് ഇങ്ങനത്തെ റേസിസ് അനുഭവിച്ചിട്ടും സഹിച്ച് നിൽക്കുകയാണ്. കാരണം ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. പറഞ്ഞാൽ നാട്ടിൽ നിന്ന് നമ്മൾ പലതും ഇട്ടെറിഞ്ഞ് പോകുന്ന പല ഫിനാൻഷ്യലി ആയെങ്കിലും അത് ലോൺ എടുത്തൊക്കെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന്, അല്ലാതെ ഒരുപാട് പേര് ഇതുപോലെ സഹിച്ചിട്ടാണ് ഈ വിദേശത്തൊക്കെ നിൽക്കുന്നതെന്ന് ഇന്റർവ്യൂല് സനിയ കറക്റ്റാണ് പറഞ്ഞത്. 100%. ഇപ്പൊ നമ്മളെ കാര്യം തന്നെ എടുത്തു, നമ്മൾ നന്നായിട്ട് റാസിസം ഇപ്പോഴും ഫേസ് ചെയ്യും. നിങ്ങളൊക്കെ വന്ന ടൈമിൽ കുറച്ചുകൂടി കൂടുതൽ ആ ടൈമില് തുപ്പിന്ന് പറയണേക്കാലോ തുപ്പുണ്ട്. ഞങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഒന്നുകൂടി നമ്മളെ ബ്രൗൺ സ്കിൻ ആൾക്കാരെ കണ്ട് ശീലമായതുകൊണ്ട് ഞങ്ങൾക്ക് അത്രക്കും കൊണ്ട് ഫേസ് ചെയ്തില്ല. പക്ഷെ നിങ്ങളെ വന്ന ടൈമിൽ കുറച്ചുകൂടി സീനായിരുന്നു തോന്നില്ലേ?